എന്റെ ലോഹി അഴിച്ച് എന്തെങ്കിലും കാണിക്കുന്നേ. അവനെ ഇനി തല്ലരുത്, അവനെ ഒന്നും ചെയ്യരുത്. സാർ, നിങ്ങൾക്ക് ഭ്രാന്താണോ? മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ ഒന്ന് ശവം പോലും വെളിയെ കാണില്ല. എന്തായി കാണിക്കുന്നത്? ചെയ്യാത്ത കുറ്റം തല്ലി പറയുമ്പോ മറ്റേ സഭയുടെ ആളാണല്ലേ? സഭയും പട്ടക്കാരൊക്കെ അങ്ങ് പള്ളിയില്. സാർ, ഇങ്ങനെ ജാമ്യത്തിലെടുക്കാൻ തിരുമേനി വക്കീൽ വന്നിട്ടുണ്ട്. താൻ പോക്കോ. വേണ്ട, എനിക്ക് മാത്രമായിട്ട് ജാമ്യം വേണ്ട. എടോ, ഇവര് ജാമ്യം കിട്ടാത്ത വകുപ്പാ. അച്ഛപ്പയ്ക്ക് എനിക്ക് എന്റെ അമ്മയൊരു നോക്ക് കാണാൻ പറ്റിയാൽ മാത്രം മതി. മോനെ രമേശേ, ഞാൻ ചെന്നിട്ട് ഇനി നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുതേ. നിനക്ക് അമ്മയെ കാണണല്ലേ? അമ്മ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട്, ഇപ്പോഴിങ്ങെത്തും. ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് കുത്താൻ ഉപയോഗിച്ച കത്തി എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ പറയണം. എന്നാലേ പൊന്നുമോൻ അമ്മയെ കാണൂ. നീ ഒറ്റയ്ക്കാണോ കൊന്ന്, അതോ അമ്മയും കൂടി ഉണ്ടായിരുന്നു? അമ്മയും മോനും കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് അലക്സ് പോൾ അടങ്ങൂ. അമ്മേ, ഓഹോ, സത്യം പറയടി, അമ്മയും മോനും കൂടെ എങ്ങനെയാ മിനിസ്റ്റർ നടേശനെ കൊന്നത്? സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. എന്റെ മോനും അത് ചെയ്യില്ല സാർ. എന്റെ അമ്മയെ തൊട്ടാ നീ എന്തിടാ? കൊണ്ടുപോയി ഉരുട്ടിക്കൊല്ലി പന്നിയെ. മിനിസ്റ്ററെ കൊന്നത് ഞാനാ മിനിസ്റ്ററെ കൊന്നത്. കാതർക്ക് പറഞ്ഞത് കേട്ട് മിനിസ്റ്റർക്ക് ഫോൺ ചെയ്തപ്പോ എന്റെ മോൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നറിഞ്ഞ് ഞാൻ ചെന്നു. പക്ഷേ ഞാനാ സാർ, ഞാനാ കൊന്നത്. ഞാൻ മാത്രം അല്ല, അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാണ്. മോനെ, അതെ, അയാളെ കൊന്നത് ഞാനാ. എന്റെ ഈ കൈ കൊണ്ടാ കൊന്നത്. ഇല്ല, ഞാനാ കൊന്നത്. ഓഹോ, അമ്മയും മോനും തമ്മിൽ കൂടുതൽ നാടൻ കളിക്കല്ലേ? പറയടാ, നീ എങ്ങനെയാ മിനിസ്റ്ററെ കൊന്നത്? അന്ന് രാത്രി അമ്മയെ കാണാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നറിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയെന്ന് കാതർക്ക് എന്നോട് പറഞ്ഞു. അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ഞാനും ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു. തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. ഇതാ നടേശന്റെ ഒരു ജാതകം. ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് ചാടിക്കൊള്ളു. എന്റെ അമ്മ എവിടെ? വിഷമിക്കണ്ടടാ, അവൾ ഇനി എന്റെ കൂടെ പൊറുക്കാൻ പോകുന്നു. നിനക്ക് കാണണോ? അങ്ങനെ തത്ത പറയുന്ന പോലെ പറ. ഇപ്പൊ മനസ്സിലായോ? അവലിടെയും കർത്തയല്ല, ഈ അലക്സ് പോൾ. ഇതും കൂടെ എനിക്ക് മതിയായേ. അത് പറ്റില്ല, ഇനി ഒരുപാട് ഇടി കൊള്ളാനുള്ളതല്ലേ. ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ ബോഡിക്ക് ഇത് വളരെ നല്ലതാ.
കൊലക്കേസിന്റെ ചുമതല തിരിച്ചു കിട്ടാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നിട്ട്. അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദാസപ്പൻ എന്റെ കൂടെ വരുമോ? ചാർജ് നഷ്ടപ്പെട്ട പോലീസ് ആയതുകൊണ്ട് ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നോക്കൂ. ഇത്ര സൗകര്യമായിട്ട് തല്ലാൻ നോക്കൂ. ഇവിടെ ആയത് എത്ര നന്നായി. 1 മൈൽ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല. മൈക്ക് വെച്ച് നിലവിളിച്ചാലും ആരും കേൾക്കുകയില്ല. ഇത് കുടിയിടും. കുടിക്കാൻ ഇനി എല്ലാം പറ. എനിക്ക് ഒന്നും അറിയില്ല സാർ. അയ്യോ ആരാ സാർ യുവമാരൊക്കെ? നമ്മുടെ അന്വേഷണം റൈറ്റ് ട്രാക്കിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ തെളിവാണിത്. നമ്മുടെ അന്വേഷണം എന്നുള്ള പ്രയോഗം വേണ്ട സാർ. കൂടെ ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഹലോ സർ. ഹലോ. ഞാൻ പറയണ്ട, രൂപം കണ്ടാൽ അറിഞ്ഞൂടെ? മിനിസ്റ്റർ നടേശന്റെ ബ്രദർ ദിനേശൻ, ലണ്ടൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ. അതെ, ഈ കേസിന് ഗുണകരമായേക്കാവുന്ന ഒരു എവിഡൻസ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തക്ക സമയത്താണ് മിസ്റ്റർ ദിനേശനെ ഞാൻ കണ്ടത് സാർ. എന്താ സാർ? ഈ അന്വേഷണത്തിന്റെ റൂട്ടിൽ മിസ്റ്റർ ദിനേശൻ എനിക്ക് ആവശ്യമുണ്ട്. കമാ. ദാസപ്പ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം. ഒന്നും ചെയ്യരുത്. അതെന്ത് ന്യായമാ ദാസപ്പ? എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ? സ്വന്തം ആളായി നിന്നെ കൂടെ കൊണ്ട് നടന്നവനല്ലേ ഞാൻ? ആ എന്നോട് വേണ്ട, നീ ഇനി ജീവിച്ചിരിക്കണ്ട, നമുക്കൊന്നിച്ചു പോകാം. എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ പൊന്നു സാറേ, എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം.